ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ആയാലോ? എയർ ഫ്രയറിനകത്താണ് ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട മസാലകൾ: ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പുറത്തൊരു അരമണിക്കൂറും ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മതി. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ എടുക്കാറുള്ളൂ. അപ്പം അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കണം, എങ്കിലേ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പുറത്തൊരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം എയർ ഫ്രയറിൻ്റെ ട്രേ എടുത്തു. അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോരോ പീസുകളായിട്ട് വെച്ച് കൊടുത്തു. ഈ പീസ് ഓരോരുത്തരും മുട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം തിരിച്ചിടുമ്പോൾ ഇളകി വരാൻ പാടായിരിക്കും. അപ്പം നമ്മൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെച്ചു. ഇനി നമുക്കിത് എയർ ഫ്രയറിനകത്ത് കയറ്റി ഫ്രൈ ചെയ്തെടുക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്കിംഗ് മോഡ് ഓൺ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് മാത്രം ഒഴിക്കാം. ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് മറു സൈഡും നമ്മൾ തിരിച്ചിട്ട് ഒന്നും കൂടി ഇതേ ടെമ്പറേച്ചറിൽ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തവയിലൊക്കെ വറുക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.